എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കേന്ദ്ര പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുദിനമാണ് ഇനിയിപ്പോൾ നമുക്ക് എത്താനുള്ളത്. അപ്പോൾ നിരവധി ആൾക്കാർക്ക് 21ാമത്തെ ഗഡുദിനം മുടങ്ങിയിരുന്നു. അവർ KYC ചെയ്തിട്ടുള്ളവർക്കൊക്കെ ആ പേയ്മെന്റ് റിലീസ് ചെയ്ത് തന്നിരുന്നു. അതുപോലെ തന്നെ മുടങ്ങിയിട്ടുള്ള നിരവധി കർഷകരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തന്നെയും ഫാർമർ ID നിർബന്ധമായിട്ടും എടുത്തിരിക്കണം, അത് വെരിഫൈ ചെയ്തിരിക്കണം. ഫാർമർ ID റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണങ്ങളൊന്നും തന്നെയും ലഭിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ 22ാമത്തെ ഗഡുദിനം ഫെബ്രുവരി മാസം എന്നുള്ളത് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ന് ജനുവരി 20 PM കിസാൻ സമ്മാൻ നിധിയുടെ സ്റ്റാറ്റസിൽ തന്നെ നമുക്ക് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ തന്നെയും നമുക്ക് വിതരണത്തിന് മുമ്പേ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റാറ്റസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. സ്റ്റാറ്റസുകൾ നോക്കാനായിട്ട് ഇപ്പോൾ വെബ്സൈറ്റുകൾ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതിന് നമുക്ക് സൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. KYC വെരിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെയും നിങ്ങളുടെ ബാങ്ക് കറക്റ്റ് ആണോ, ബാങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെയും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. KYC ആണ് മെയിനായിട്ട് നോക്കേണ്ടത്. കാരണം 21ാമത്തെ ഗഡുദിനം മുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും KYC ചെയ്യണം എന്നുള്ളതായിരുന്നു കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നത്. അതിനുശേഷം ഒരു മാസം നമുക്ക് KYC ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് KYC ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടും KYC നിർത്തിയത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ ഇപ്പോൾ നമുക്ക് സ്റ്റാറ്റസുകൾ നോക്കുന്നതിന് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. നിങ്ങളുടെ സ്റ്റാറ്റസുകളെല്ലാം തന്നെയും കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, നിങ്ങളുടെ ഫാർമർ ID നിങ്ങൾക്ക് അവിടെ റിജക്റ്റ് ആയിട്ടില്ല, ഇതെല്ലാം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. നമുക്ക് ഫാർമർ ID റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടാനായിട്ട് പാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. അല്ലാതെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതുകൊണ്ട് ഈ പ്രാവശ്യം ലഭിക്കണമെന്നില്ല. നമുക്ക് സ്റ്റാറ്റസിൽ പലവിധ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിതെല്ലാം ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുദിനം ഉടൻ തന്നെ എത്താൻ പോവുകയാണ്. ഒന്നെങ്കിൽ ഈ മാസം അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യം. കാരണം നമുക്ക് സ്റ്റാറ്റസിൽ ഈ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരു 10-12 ദിവസത്തിനുള്ളിൽ തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്